പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ പേസ് ബോളിംഗ് നിരക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ മുൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ മൊയിൻ അലി. പാകിസ്ഥാൻ ടീമിന്റെ ഇപ്പോഴത്തെ പേസ് ആക്രമണത്തെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ബിയേഡ് ബിഫോർ വിക്കറ്റ് എന്ന യൂട്യൂബ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അലി. ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ്, നസീം ഷാ എന്നിവരടങ്ങുന്ന പാകിസ്ഥാന്റെ പേസ് ത്രയത്തെയാണ് അദ്ദേഹം കളിയാക്കിയത്. പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ലോകോത്തര ഫാസ്റ്റ് ബൗളർമാരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ശരിയല്ല എന്നും ഇവരെ ഉദാഹരണമാക്കി അലി ചൂണ്ടിക്കാട്ടി. IPLന്റെ പുതിയ സീസണിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി കളിക്കാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം. അടുത്തിടെ സമാപിച്ച ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഈ പേസ് ത്രയം ഉൾപ്പെടുന്ന പാകിസ്ഥാൻ നാണംകെട്ടാണ് പുറത്തായത്. ഒരു മത്സരം പോലും ജയിക്കാൻ 2017-ലെ തൊട്ടു മുമ്പത്തെ എഡിഷനിലെ ചാമ്പ്യന്മാരായ പാക് ടീമിന് കഴിഞ്ഞില്ല. പാകിസ്ഥാനി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ പേസർമാരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയുക. പാകിസ്ഥാൻ പേസ് നിര മികച്ചതാണ്, പക്ഷേ അവരല്ല ബെസ്റ്റ്. ഷഹീൻ അഫ്രീദി, ഹാരിസ് റൌഫ് എന്നിവർ വളരെ മികച്ചവരാണ്. അവർ മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ അവരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല എന്നും പാക് വംശജൻ കൂടിയായ അലി വ്യക്തമാക്കി. മികച്ച ഫാസ്റ്റ് ബോളർമാർ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വളരെ മികച്ച പേസർമാരെ അവർക്ക് എല്ലായ്പ്പോഴും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അവരുടെ കോച്ചിംഗ് സംവിധാനം കാരണമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പാകിസ്ഥാനികളെ അവിശ്വസനീയമാം വിധത്തിൽ കോച്ചിങ്ങിലൂടെ വളർത്തിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നതായും മൊയിൻ അലി വിശദമാക്കി. IPLൽ 8ാം സീസണിൽ കളിക്കാൻ തയ്യാറെടുക്കുകയാണ് മൊയിൻ അലി.